മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് നമ്മൾ. വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ വെച്ചാണ് തുമ്പ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. ബെയിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രയാസപ്പെട്ട് ശ്രമകരമായി നാടകീയമായി ഒക്കെയാണ് ഇന്നലെ സീനിയറിനെ പോലീസ് പിടികൂടിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ആദ്യ പ്രതികരണമായി ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുമ്പോൾ അതിന് തൊട്ടു മുന്നോടിയായി തന്നെ ബെയിലിനെ പിടികൂടി എന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു നിർണായക നീക്കം തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ പരാതിക്കാരിക്കെതിരെയും ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ബെയിലിൻ ദാസ്, അല്ലേ? അറിയാം, കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ കടവിൽ വെച്ചാണ് ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടുന്നത്. ബെയിലിൻ ദാസിന്റെ സഹോദരന്റെ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു വാഹനത്തിലുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുകയും അങ്ങനെ പിന്തുടർന്നാണ് തുമ്പ പോലീസ് പിടികൂടുന്നത്. പിന്നീട് വഞ്ചൂർ പോലീസിന് കൈമാറുകയും ചെയ്തു. ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിൽ തുടരുകയാണ്. ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ആ തരത്തിലാണ് പോലീസ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് പക്ഷത്തു നിന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന കാര്യമാണ് ബെയിലിൻ ദാസ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും ആ നിലയ്ക്ക് തന്നെയാണ്. അവർ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം നേരത്തെ അത് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അത്തരം കാര്യങ്ങൾ പോലീസിന് അറിയിപ്പായി ലഭിക്കുന്നതിന് മുൻപ് തന്നെ പിടികൂടുക എന്ന ഒരു നടപടിയിലേക്ക് പോലീസ് പോയി. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ പിടികൂടാൻ പാടില്ല എന്ന നിയമവുമില്ല. അവിടെ പോലീസ് കൃത്യമായി കോടതിക്ക് മുമ്പിലേക്ക് നിയമപരമായി ബെയിലിൻ ദാസിന് ഏതെങ്കിലും ഒരു ആനുകൂല്യം, ഏതെങ്കിലും ഒരു സാധ്യത അങ്ങനെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും നിർണായക നീക്കമായി അതിൽ മാറിയത്. മാത്രമല്ല, ഈ പെൺകുട്ടി മർദ്ദിച്ചു, ബെയിലിൻ ദാസിനെ ആദ്യം മർദ്ദിച്ചു എന്ന തരത്തിലുള്ള ഒരു വാദം കൂടിയുണ്ട്, അങ്ങനെ ഒരു ആരോപണം കൂടിയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് പുറത്തുവിടണമെന്ന കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും വളരെ സുപ്രധാനമായൊരു സംഭവം അല്ലെങ്കിൽ ഒരു കേസ് തന്നെയാണ് ജൂനിയർ അഭിഭാഷകയെ മുഖത്തടിച്ചു എന്നത്. വളരെ പെട്ടെന്ന് പോലീസിന് പ്രതിയെ പിടികൂടാനായി ഒരുപക്ഷെ വക്കീൽ ഓഫീസിൽ കയറി പിടികൂടുന്നതിനെ ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതി ഒളിവിൽ പോയി. പ്രതിക്ക് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞു. ആ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയർന്നു വന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ പ്രതിയെ പിടികൂടാനായി എന്നത് പോലീസിന് ആശ്വാസമാവുകയും ചെയ്തു. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.